അപൂർവ ഭൗമ മൂലകാന്തങ്ങളുടെ നിർമ്മാണം ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ട്. മുംബൈ. തദ്ദേശീയമായി അപൂർവ ഭൗമ മൂലികാന്ത നിയോഡിയങ്ങളുടെ നിർമ്മാണത്തിന് ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഘടകനിർമ്മാതാക്കളായ യുനോ മിൻഡായും ശ്രമിക്കുന്നു. നിയോഡിമിയത്തിനായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. നിർണായക ഘടകങ്ങളുടെ ഉൽപ്പാദനത്തിനായി ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ അപൂർവ ഭൗമമൂലക കാന്തങ്ങളുടെ നിയോഡിയം 90% ഉൽപ്പാദിപ്പിക്കുന്ന ചൈന ഏപ്രിലിൽ അവയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യുഎസിലേക്കും യൂറോപ്പിലേക്കും ചില വിതരണങ്ങൾ പുനരാരംഭിച്ചെങ്കിലും ഇന്ത്യൻ കമ്പനികൾ ഇപ്പോഴും ബെയ്ജിങ്ങിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന് നിർണായകമായ ഘടകങ്ങളാണ് ഈ അപൂർവ ഭൗമ മൂലക കാന്തങ്ങൾ. ഇവയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിനും ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജൂണിൽ ഇന്ത്യയുടെ ഖനവ്യവസായ മന്ത്രാലയവുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ കാന്തങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു കമ്പനിയുമായി പങ്കാളിത്തത്തിലേക്ക് ഏർപ്പെടാനോ അല്ലെങ്കിൽ പ്രാദേശികമായി അവ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിതരണക്കാരനുമായി ദീർഘകാലം കരാറിൽ ഏർപ്പെടാനോ മഹീന്ദ്ര തയ്യാറാണെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. അടുത്തിടെ 2 ഇലക്ട്രിക് SUVകൾ പുറത്തിറക്കിയ മഹീന്ദ്രയ്ക്ക് കാന്തങ്ങൾക്കുള്ള ആവശ്യം ഏറെയാണ്. പ്രാദേശികമായി അവ നിർമ്മിക്കുന്നതിനുള്ള നിക്ഷേപം അത്ര ഉയർന്നതല്ലെന്ന് സൂചിപ്പിച്ചതായും വൃത്തങ്ങൾ പറഞ്ഞു. മാരുതി സുസുക്കി പോലുള്ള ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കൾക്ക് പാർട്സ് വിതരണക്കാരായ യുനോ മിൻഡായും ഇതേ യോഗത്തിൽ തന്നെ പ്രാദേശികമായി അപൂർവ ഭൗമ മൂലകാന്ത നിർമ്മാണത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചതായും പറയുന്നു. ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൗമ മൂലകാന്തങ്ങളുടെ വിതരണം തടസ്സപ്പെടുന്നതിനെ തുടർന്ന് ഉൽപ്പാദനം വൈകുമെന്ന് മാരുതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫോർഡ്, സ്റ്റെല്ലാൻറ്റിസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഗിയറുകളും മോട്ടോറുകളും വിതരണം ചെയ്യുന്ന ഘടകനിർമ്മാതാക്കളായ സോണ കോംസ്റ്റർ ആഭ്യന്തരമായി കാന്തങ്ങൾ നിർമ്മിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ്. നിയോഡിയം കാന്തങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിക്ഷേപത്തിൻ്റെ സമയപരിധി സംബന്ധിച്ച് 2 കമ്പനികളും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ നൽകുന്ന സാമ്പത്തിക പ്രോത്സാഹനങ്ങളെയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും ആശ്രയിച്ചിരിക്കുമെന്ന് ഇവരുടെ നിക്ഷേപ പദ്ധതികൾ. ലോകത്തിലെ 5ാമത്തെ വലിയ അപൂർവ ഭൗമ ധാതു ശേഖരമുള്ള ഇന്ത്യയിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത വലിയ വെല്ലുവിളിയല്ല, പക്ഷേ അവയുടെ ഖനനമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് IREL എന്ന സ്ഥാപനത്തിലൂടെയാണ് സർക്കാർ അപൂർവ ഭൗമ ധാതു ഖനനം നിയന്ത്രിക്കുന്നത്. 2024 ഏകദേശം 2900 ടൺ 2900 ടൺ അപൂർവ ഭൗമധാതു അയിരുക്കളാണ് ഉത്പാദിപ്പിച്ചത്. മിക്ക ധാതുക്കളെയും രാജ്യത്തെ ആണവ പ്രതിരോധ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ചിലത് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ചൈനയിൽ നിന്നുള്ള നിയന്ത്രണം വന്നതോടെ IREL കയറ്റുമതി നിർത്താനും തദ്ദേശീയമായി ഖനനവും സംസ്കരണവും വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഇടുന്നു.